ഹലോ ഗൈസ്, ഞാനിന്നൊരു ക്രയോൺസ് വെച്ചിട്ട് ഒരു പോട്ടാണ് മേക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് ടഫാണ് പക്ഷെ ഈസിയാണ്, ഇച്ചിരി ഫണ്ണാണ് പക്ഷെ ഇച്ചിരി വലിയ സുഖമൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവം കൂടി. അത് സത്യം പറഞ്ഞത് വലിയ സുഖമൊന്നുമില്ല, ചെയ്യാൻ പാടാണ് അത്ര തന്നെ. എന്നാൽ ഞാൻ ചെയ്യാൻ തുടങ്ങാം. ഇത് ഫസ്റ്റ് ഇതിൻ്റെ ഈ തുമ്പ മുറിച്ചിട്ടുണ്ട്. ഈ ക്രയോണിൻ്റെ കൂർത്ത മോനെ അങ്ങ് മുറിക്കണം. ഇത് ചെയ്യുന്നതാണ് കാര്യം. ഓക്കെ, അപ്പോൾ ഇനിയുള്ളതാണ് കിരഞ്ഞിട്ടിന്റെ അനിയനവിടെ അവന്റെ ആശുപത്രി വന്നു അവനെ കാണിച്ച്. ഞാൻ അന്നേരം മരുന്ന് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പോയായിരുന്നു. ഞാൻ ഡോക്ടറിനെ കാണാൻ കയറുമ്പോ നമ്മൾ പോട്ട് ഉണ്ടാക്കുമ്പോൾ ചെറിയ പോട്ടാണ് ഉണ്ടാക്കുന്നത്. ചോദിച്ചു വന്നോന്ന് ഞാൻ പറഞ്ഞ എന്നിട്ട് അവിടെ ചെന്ന് ടെമ്പറേച്ചർ നോക്കണം. ഓക്കെ ടെമ്പറേച്ചർ നോക്കണം അതൊക്കെ പറഞ്ഞ് പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ അതും കൂടെ ഒന്ന് നമ്മ കഴിക്കുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ അതും കൂടെ എല്ലാം എഴുതി നമുക്ക് ആവശ്യമുള്ളത് 165 മക്കളാകെ ഇപ്പം ആവശ്യമുള്ളത് ഇച്ചിരി ഭാഗമാണ്. ഇച്ചിരി മതി, അത് തന്നെ ഇച്ചിരി മതി. ഇത്രയും ഭാഗമാണ് ഇപ്പം ആവശ്യം. ബാക്കി ഈ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് വേറെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കാനുണ്ട്. അപ്പം നമുക്ക് ആവശ്യം ഒരു പാട്ടാണ്. പേടിച്ച് കൂടി അവിടെ ആണെങ്കിൽ അതൊക്കെ വീഡിയോ എടുത്ത് മനസ്സിലാക്കി ചോര അന്നേരം ഒരു കുപ്പി ചോര എന്റെ മുമ്പിലിരിക്കണം. അന്നേരം തന്നെ എന്റെ കിളി പോയി. നടന്ന് പിന്നെ ഇപ്പുറത്തേക്ക് വല്ലോ അറ്റത്ത് പോകണം വരുന്ന സ്ഥലത്ത്. അപ്പൊ ഇങ്ങനെ നിന്ന് അന്നേരം ആൾക്കാരാ ഇതൊന്ന് നിരപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്കെയിലിൻ്റെ അറ്റം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് നിരപ്പാക്കാനായിട്ട് പറ്റില്ല. നമ്മൾ മൊത്തത്തിൽ താഴ്ത്തും. വേറെ പുള്ളി കൂടി വന്ന് എന്താ സംഭവിക്കണത് എനിക്ക് മനസ്സിലാവണ്ടേ. ഞാൻ എന്റെ കിലോയില്ല തപ്പി പറഞ്ഞ ഇത് പോയി. ഇങ്ങനെ ഭൂമി ഇങ്ങനെ തലകുത്തി കറങ്ങണത് കളറൊന്നുമില്ല, ഫുള്ള് കറുപ്പ് കളറ്. പിന്നെ ആൾക്കാര് പറയണ ശബ്ദം എനിക്ക് ഈ ചെറിയ സൗണ്ട് കുറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ലെങ്തിലാ കേക്കണ. ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ എന്റെ ചീത്ത എന്തൊക്കെ ചോദിക്കണ ഞാൻ കേട്ടു. അവനെ നേരെ എടുക്കാൻ വേണ്ട, നീ ഇവിടെ നിൽക്കുക, സിസ്റ്റർ ഓടിപ്പോയി ചീത്തൊക്കെ. ഞാൻ അവര് അവിടെ കൊണ്ടുപോയി ഇരുത്തി. എന്നാൽ ഞാൻ അറിയണില്ല, എന്റെ മേത്താരും പിടിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ കണ്ണോർത്തിപ്പോ ഞാൻ അവിടെ ഇരിക്കുക. എന്നെ ഉണ്ടാവുന്ന വെച്ചാൽ ഇവിടെ കൊണ്ടുവന്നിരിക്കും സേഫായിട്ട് ഇരിക്കുമ്പോൾ പറ്റിയത്. ഫുള്ള് വേർത്ത് കുളിച്ച് എന്റെ പിടിവിട്ട് പോയി.
എന്നിട്ട് പിന്നെ പുള്ളിക്കാരത്തി ബ്ലഡ് എടുത്ത് അങ്ങനെ എണിച്ച് നടക്കേണ്ട വല്ല കാര്യവും അവിടെ ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോയാൽ ഇവിടെ ബട്ടർഫ്ലൈ വെച്ച് യൂസ് ചെയ്യുന്ന ആണെങ്കിലും ബ്ലഡ് എടുത്താൽ ഉടനെ എണിച്ച് നടക്കരുത്. BP ഡൗൺ ആണെങ്കിൽ നടക്കുമ്പോൾ ഒന്നുകൂടി ഇതാവൂലേ? ഇവിടെ ബട്ടർഫ്ലൈ വെച്ച് അതാണ് പെണ്ണുങ്ങൾ അതിന്റെ അങ്ങനെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്. ആ ട്രിപ്പ് ഇടുമ്പോ ബ്ലഡ് എടുത്താൽ പോരെ. ഇത് ഇവിടെ ബട്ടർഫ്ലൈ വെച്ച് നമുക്ക് 2 ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ ഇതിനെ കൂടി കയറ്റി ഇഞ്ചക്ഷൻ കയറി ട്രിപ്പ് വീഴാ പഞ്ചൊന്നും ആയില്ല. അവരിവിടെ പിടിക്കുമ്പോ അതിന് വീഴാനുണ്ട്. ഇവിടെ കൈ വിടുമ്പോ ഇവിടുന്ന് കൈ വിടുമ്പത്തേനും അവിടെ അനങ്ങാനുള്ള അപ്പൊ എന്നെ പുള്ളായിട്ട് കൈ ഇട്ടിട്ട് ഇതാക്കുക. എന്നെ അറിയണ ആൾക്കാരെ മനുഷ്യരെ കളിയാക്കി കൊല്ലുക. ഞാൻ പേടിച്ചായിരിക്കണേ ഇതാക്കി മര്യാദ എന്താ ഈ കാര്യത്തിലേക്ക് പറഞ്ഞ് അവര് ഉമ്മായിട്ട് കളിയാക്കുക. ഇങ്ങനെ വേദിക്കല്ലേ ഇവരിക്കേട്ട് ഇവിടെ അതിന്റെ അടിയിൽ ഒരു കോട്ടൺ വെച്ച് കൊടുത്താൽ അങ്ങനെയൊക്കെ ഇതാക്കിയിരുന്നേ ഇവിടുന്ന് ഊരി മാറ്റി അപ്പുറത്തെ കൈ ഇടാ കുറച്ചേരം കൈക്കിടാന്ന് പറഞ്ഞ് കുറച്ചേരം ഇരുന്ന് നേരെ അപ്പുറത്ത് റൂമിൽ പോയിരുന്നു. നേരത്തെ എന്നെ കിടത്തിയത് മറ്റേ 2 സ്ഥലത്തും ആൾക്കാരായിരുന്നല്ലോ. അപ്പൊ ഇഞ്ചക്ഷൻ എടുക്കണ റൂം ഒരു ബെഡ് മാത്രമായിട്ടുണ്ട്. അവിടെ കിടത്തി ഇതാക്കി. അപ്പൊ പിന്നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ അങ്ങ് ട്രിപ്പ് ഇട്ട് നേരെ ഫെർമീനൊക്കെ വന്ന് വെള്ളം മേടിച്ചോണ്ട് വന്ന് ഇതിനുള്ള പൈസ അവനാ കൊടുക്കാൻ 100 രൂപ. എന്നിട്ട് അമ്മ അവിടെ ഇരുന്ന് കൊറേ ട്രിപ്പ് വീടായിട്ടൊരു പുള്ളിക്കാർക്ക് ഈ കയ്യിലേക്ക് ഒരു ട്രിപ്പൊന്ന് വെച്ചിട്ട് എന്നെ വെയിലെ തന്നെയാ. പക്ഷെ എനിക്ക് ഇവിടെ ഇതിലേക്ക് എനിക്ക് ശരിക്കും കൊള്ളാൻ പോലെ എനിക്ക് കേറി തീരാറായി. അങ്ങനെ അവിടെ ഇരുന്ന് കൊറേ നേരം അവിടെ ഇരുന്ന് കൈ തിരുമിയൊക്കെ തന്ന ഒരു അടുത്ത് തന്നെ ഇരുന്ന് തീരാറായപ്പോ എനിക്ക് കാണിക്കുന്നത്. ഇനി ഒരു ഫുൾ ക്ലിയർ ആക്കിയിട്ട് കാണിക്കാം. മൊത്തത്തിൽ കാണിക്കാം. അങ്ങനെയാ ഊറ്റി വാപ്പ നേരം വന്നായിരുന്നു. അപ്പൊ എന്റെ മോണി വിളിക്കുന്നുണ്ട്. എന്റെ മോണനെ കണ്ടേ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കുടം. ഇതാണ് നമ്മുടെ കുടം. ഇതെന്താണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടിരിക്കുന്നത്. ഫേക്ക് ആണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. ഇത് ഞാൻ ലൈറ്റർ വെച്ചിട്ട് ഇതൊന്ന് അതിൻ്റെ മോൾ ഭാഗം ഒന്ന് ഉരുക്കി എടുത്തിരുന്നു. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടി. ഓക്കെ എനിക്ക് പനിക്കാൻ തുടങ്ങി. ഇവിടെ വന്നാൽ പറഞ്ഞാൽ ഇന്ന് വിറക്കുമായിരുന്നു. അങ്ങോട്ട് അമ്മ